ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാറിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊരു 1 ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചീയപ്പാറ വാട്ടർഫോൾസ് ആണ്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ കാറിലൊക്കെ പോകാൻ നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു. സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നല്ല രസമായിരുന്നു അത് കണ്ടിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ചീയപ്പാറയാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. സാധാരണ നോർമലി പോണ ഒരു തിരക്കല്ലായിരുന്നു. ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അധികം ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര റഷായിരുന്നു. നമ്മൾ ആൾ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. എന്തായാലും അവിടെ എത്തി അത്യാവശ്യം നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടി. ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഒരു പോസിറ്റീവ് വൈബൊക്കെ ആയി. ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോകുമ്പോഴേക്കും ഒരു അന്നപൂർണ്ണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എല്ലാവരും ഫുഡ് കഴിച്ചത്. നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഗീദോശ, മസാല ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ ഗ്യാപ്പ് റോഡാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മാപ്പിൽ നമുക്ക് ചെറുതായിട്ട് വേറൊരു വഴിയാണ് കാണിച്ചു തന്നത്. പക്ഷേ എന്താ വഴി മാറിയെങ്കിലും സാരമില്ല, നല്ലൊരു പാലക്കാട് അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത്. ഇതാണ് ആ സ്ഥലം. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. നല്ല മലയും എന്താ പാടം പോലത്തെ ഒരു സംഭവം, ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കയറി അവസാനം ഗ്യാപ്പ് റോഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ തേയിലത്തോട്ടം പോലത്തെ സ്ഥലത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും അതാണ് മെയിനായിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നേച്ചത്. ആ സംഭവം കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല ക്ലൈമറ്റാണ്, ചൂടുമില്ല എന്നാൽ ഒരുപാട് തണുപ്പുമില്ല. നല്ല പക്ഷേ മഴ പെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് അത് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കിട്ടിയില്ല ഫോട്ടോ ആണ് കിട്ടിയത്. മഞ്ഞ് മൂടി നിൽക്കണ പോലെയൊക്കെയാണ് നമുക്ക് ഫോട്ടോസിലൊക്കെ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിരുന്നു. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ നല്ല വിശാലമായ റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തത് പോയപ്പോഴേക്കും നമ്മൾ കോട കണ്ടു. ഫസ്റ്റ് ടൈമായിരുന്നു നമുക്ക് കോടയുടെ എക്സ്പീരിയൻസ് ഉണ്ടായത്. ഇതെല്ലാവരും ഇങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഹായും ബായൊക്കെ കാണിക്കണതാണ്. അവസാനം ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് ഓഡിയോ കിട്ടിയില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോയ സ്ഥലത്തേക്ക് നല്ല കോടയായിരുന്നു ഇവിടെയൊക്കെ. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ കടകളിൽ ഇങ്ങനെ ചായ അതുപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മാഗിയൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഈ കിടുകിടാ വിറക്കുന്ന തണുപ്പിൽ നല്ലൊരു രസമായിരുന്നു മാഗിയൊക്കെ കഴിച്ച് ചൂടത്തങ്ങനെ ഇരിക്കാൻ. പിന്നെ മൊത്തത്തിൽ കോടയൊക്കെ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ പിള്ളേരെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസാണ്. പക്ഷെ നമുക്ക് ഈ നേരിട്ട് കാണുന്നൊരു ഭംഗി അത് ക്യാമറയിലോട്ട് എടുക്കുമ്പോഴേക്കും വരുന്നുണ്ടായില്ല. അത് നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം. നല്ലൊരു ഫീലാണ്. പിന്നെ ഞങ്ങൾ മാട്ടുപ്പെട്ടിയാണ് പോയത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി അനങ്ങുന്നേ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ പോകുന്ന വഴി ആനേനെ കണ്ടു. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായി. ഞങ്ങളുടെയൊക്കെ എന്തോ ആദ്യമായിട്ട് ആനേനെ കാണുന്ന പോലെയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു പേടിയും ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ ഇങ്ങനെ അവിടെ ചെന്ന് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്കോ പോയിൻറ്റിലോട്ടാണ് പോയത്. ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ റെസ്റ്റോറൻറ്റ് തപ്പി കിടക്കൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ എക്കോ പോയിൻറ്റിലൊക്കെ പോയി. പക്ഷേ ഇവിടെ അത്യാവശ്യം ആൾ കുറവായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വരാൻ നല്ല ബ്ലോക്കായിരുന്നു. കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അൽസാജി കയറി ഫുഡ് കഴിച്ചു, തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ.